കണ്ണകി. शिव शंकर हर हर शंकर जय जय शंकर दिगिरारा प्रिय तांडव शंकर प्रकट शुभंकर प्रलय भयंकर दिगिरारा शिव शिव शंकर हर हर शंकर जय जय शंकर दिगिरारा प्रिय तांडव शंकर प्रकट शुभंकर प्रलय भयंकर दिगिरारा ओम परमेश्वर परा ओम निखिलेश्वर हर ओम जीवेश्वरेश्वर कनरारा ओम मंत्रेश्वर स्वर ओम यंत्रेश्वर स्थिरा ओम तंत्रेश्वर वरा रामेरा शिव शिव शंकर हर हर शंकर जय जय शंकर दिगिरारा प्रिय तांडव शंकर प्रकट शुभंकर प्रलय भयंकर दिगिरारा പ്രിയേ, നാഥ, ആവശ്യത്തിലേറെ ധനവും സൗഭാഗ്യങ്ങളും ഈശ്വരൻ നമുക്കായി നൽകി. പക്ഷേ കാലം എത്രയായി നാം ഇരുവരും ഇങ്ങനെ കുഞ്ഞുങ്ങളില്ലാതെ ശപിക്കപ്പെട്ടവരായി കഴിയുന്നു. കൈലാസനാഥൻ നമ്മോട് ഒരു കാരുണ്യം പോലും കാണിക്കുന്നില്ലല്ലോ. എല്ലാം ശിവഭഗവാനിൽ അർപ്പിച്ച നമ്മെ ഒരിക്കലും അദ്ദേഹം കൈവിടിയില്ല, തീർച്ച. ദേവിയുടെ വിശ്വാസം നമ്മെ രക്ഷിക്കട്ടെ. നാം നായാട്ടിന് പോയി വരാം. ആ കേൾക്കുന്നത് ഒരു കുഞ്ഞിന്റെ കരച്ചിലാണല്ലോ. ഈ കൊടുങ്കാട്ടിൽ ഇത്രയും സുന്ദരിയായ ഒരു കുഞ്ഞോ? ഒരുപക്ഷെ ഞങ്ങളുടെ വിഷമത്താൽ സർവേശ്വരൻ കനിഞ്ഞു നൽകിയതായിരിക്കണം ഈ തങ്കക്കുടത്തിനെ. പ്രിയേ, പ്രിയേ, ഒരുപക്ഷെ ഞങ്ങളുടെ വിഷമത്താൽ സർവേശ്വരൻ സമ്മാനം കനിഞ്ഞു നൽകിയതായിരിക്കണം ഈ തങ്കക്കുടത്തിനെ. അയ്യോ, ഇതേതാ ഈ പൊന്നോമന? ഉൾവനത്തിൽ നിന്നും നമുക്ക് ലഭിച്ച നിധിയാണ്. പ്രിയേ, പ്രിയേ, കുഞ്ഞുങ്ങളില്ലാതെ നമുക്ക് ഈശ്വരൻ കനിഞ്ഞു നൽകിയതാവണം. എനിക്ക് വേണം ഈ കുഞ്ഞിനെ. അയ്യോ, ഇതേതാ ഈ പൊന്നോമന? കണ്ണകി എന്ന നാമധേയത്തിൽ ഇവൾ അറിയപ്പെടും. ഉൾവനത്തിൽ നിന്നും നമുക്ക് ലഭിച്ച നിധിയാണ്. പ്രിയേ, പ്രിയേ, കുഞ്ഞുങ്ങളില്ലാതെ നമുക്ക് ഈശ്വരൻ കനിഞ്ഞു നൽകിയതാവണം. എനിക്ക് വേണം ഈ കുഞ്ഞിനെ. അയ്യോ, നമ്മുടെ പുത്രി
സ്വയംവരം ചെയ്യുവാനായി മധുരയിൽ നിന്നും ഒരു യുവ കോമളൻ വരുന്നുണ്ട്. കാലം എത്ര പെട്ടെന്നാ കടന്നുപോയത്. എല്ലാം സർവേശ്വരന്റെ അനുഗ്രഹം. എവിടെ നമ്മുടെ കണ്ണകി? പുത്രി, പുത്രി കണ്ണകി. തളിരിൽ വീണ വീട്ടി അമരുന്ന ദേവിയെ വണങ്ങിടുന്നു മൊഴിക്കനിവ നീട്ടി നെല്ലയടി എന്റെ നാവിൽ വിളയാടുകെന്നു ദേവി. സ്വരനിലാവിന്നലകൾ പോലെ കൊലുസിലാടുന്ന ജതി പോലെ അമൃതരാഗം പൊഴിയും നീളെ അതുലഭാവം ചൊരിയും നീയെ പദമയൂരങ്ങൾ നടമാടും തവവിധാനം പകരുമായ പ്രണവ വസന്ത സരസിലരങ്ങിതൊരുങ്ങി. ദേവി വരമരുളുക ദേവി പാടി വീണ പുസ്തകധാരിണി വരഗുണശാലിനി നിന്മമരസനയിൽ നറുമൊഴിയായി വിളങ്ങുക നീ. ഇത് കാണുമ്പോൾ മാധവിക്ക് ഒരുപാട് സന്തോഷമാകും. മാധവി, മാധവി, മാധവി. യദുവംശയാമിനി വനമോഹിനി മണിനൂപുരമണിയുജയാ. യദുവംശയാമിനി വനമോഹിനി മണിനൂപുരമണിയുജയാ. മധുമാസ സന്ധ്യയും മലർമേഘവും ഒരു മായായ വനികയാ.
കണ്ണകിയോ? അതെ, ഒരു വിചാരണ പോലും ഇല്ലാതെ നിങ്ങൾ വധിച്ച കോവലന്റെ പത്നി. ഓ, നീ എന്തിനൂടെ വന്നു? നിരപരാധിയായ എന്റെ ഭർത്താവിന്റെ ജീവൻ അങ്ങ് എനിക്ക് തിരികെ നൽകിയേ പറ്റൂ. നിരപരാധിയോ? അവനോ? അതെ, അദ്ദേഹം മോഷ്ടിച്ചു എന്ന് അങ്ങ് പറഞ്ഞ ചിലമ്പുകളിൽ ഒന്ന് അത് എന്റെ ചിലമ്പാണ്. അതിന് തെളിവ്? രാജ്ഞിയുടെ ചിലമ്പിനുള്ളിൽ എന്താണ് കിളുങ്ങുന്നത്? പല ദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന അമൂല്യമായ മുത്തുകൾ. എങ്കിൽ എന്റെ ഭർത്താവിൽ നിന്ന് നിങ്ങൾ കണ്ടെടുത്ത ഈ ചിലമ്പൊന്ന് ഉടച്ചു നോക്കൂ. ഉടച്ചു നോക്കിയാൽ? ആദ്യം ഉടച്ചു നോക്കൂ, അപ്പോ കാണാം. അമ്മേ, അടിയന് മാപ്പ് തരൂ. ഇല്ല ഇല്ല, ഒരു സ്ത്രീയുടെ കണ്ണീര് വീണ ഈ രാജ്യം ഇനി തുടരാൻ ഞാൻ അനുവദിക്കില്ല. ഈ കൊട്ടാരവും ഈ നാടും എന്റെ ശാപത്താൽ ഞാനിത് ചുട്ടരിക്കുന്നു. മാതർമേ മധുരൈണവഗ്നിമേഷം പ്രാണാവഹാരോദ്യമേ ധൂമ്രലോചനവതേ ഹേ ചണ്ഡമുണ്ടാർദിനി നിശേഷീകൃതരക്തബീജതനുജേ നിത്യേ വിശുംഭാവഹേ ശുംഭധ്വംസി സംഹാരാശു ദുരിതം ദുർഗേ നമസ്താംബികേ.
ധർമ്മത്തിനായി ദീപമായി ജ്വലിച്ച കണ്ണകി അനീതിക്കെതിരെ അഗ്നിയായി ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ ജ്വാല ദൈവിക ശക്തിയായി രൂപാന്തരപ്പെട്ട് കൊടുങ്ങല്ലൂരമ്മയായി യുഗങ്ങളോളം ഭക്തഹൃദയങ്ങളിൽ വാഴുന്നു. സത്യത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുന്ന ആത്മാവിനെ കാലം ഒരിക്കലും തോൽപ്പിക്കില്ല. ധർമ്മത്തിന്റെ പാതയിൽ നിർഭയമായി നടന്നവരെ ചരിത്രം ദേവതകളായി ഉയർത്തിപ്പിടിക്കും. What another fantastic performance by chess number 111.